ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. വൈശാഖിൻ്റെ മമ്മൂട്ടി ചിത്രമാണ് ടർബോ. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് അതിൻ്റെ റിലീസ് ഡേറ്റ് അങ്ങോട്ട് തള്ളി നീക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രീപോൺ ചെയ്തിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നൊരു ഗംഭീരമായുള്ള അപ്ഡേറ്റ് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ. ഈ ആഴ്ച സിനിമയുടെ ടീസർ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ, അതായത് ജൂണിൽ റിലീസാണെങ്കിൽ എന്നായിരുന്നു. പക്ഷേ ഇന്ന് വരുന്ന അപ്ഡേറ്റ് എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് വരുന്നത് കൺഫേം ആക്കുന്നു എത്ര രാജ്യങ്ങളിലും അതേപോലെ തന്നെ റിലീസ് തീയതിയും എന്നുള്ളതാണ്. ഇപ്പോഴും അവർ അണിയറ പ്രവർത്തകർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല റിലീസ് തീയതി എന്നുള്ളതാണ്. എന്താണേലും ആ ഒരു അപ്ഡേറ്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പ്രതീക്ഷിച്ച പോലെയുള്ള ടീസർ പക്ഷേ ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഇനിയും വെറും 20 ദിവസത്തിനടുത്ത് മാത്രമേ ഉള്ളൂ ഈ സിനിമ ഇറങ്ങാൻ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ഇടിയുടെ വെടിയുടെ പെരുന്നാൾ എന്ന് തന്നെ പറയാം. അത് ലോകമെമ്പാടും ആണ് ആദ്യമായിട്ടാണ് ഒരു മമ്മൂട്ടി സിനിമ ഇത്രത്തോളം ഗംഭീരമായി മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. പലപ്പോഴായി നമ്മൾ ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ മമ്മൂട്ടിയുടെ ഹെവി പൊട്ടൻഷ്യലോടെ വന്നിട്ട് മാർക്കറ്റിങ്ങിൻ്റെ പിഴവുകളിലൂടെ കളക്ഷൻ കുറഞ്ഞ ഒരു കാര്യം നമുക്ക് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അത് മമ്മൂട്ടി എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതൊക്കെ ഗംഭീരമായിട്ട് നമ്മൾ തമാശയായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആളുകൾ പറയാറുണ്ട് ആൻ്റണി ചേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ അതൊക്കെ കത്തിച്ച് മുകളിലെത്തിച്ചേനേയും എന്നുള്ള കാര്യം. ഇവിടെ ജർമ്മനി, സ്വീഡൻ, നോർവേ, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവാക്യ, സ്ലൊവേനിയ, ക്രൊയേഷ്യ, ഓസ്ട്രിയ, പോർച്ചുഗൽ തുടങ്ങി നമ്മളുടെ സിനിമ അധികം എത്താത്ത രാജ്യങ്ങളിൽ പോലും അമ്മാതിരി ഉള്ള ഒരു സെയിലാണ് ഈ സിനിമ നടത്തിയിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഈ സിനിമയ്ക്ക് റിലീസുണ്ട്. അതായത് പല യൂറോപ്പിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലുമുണ്ട് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 40 രാജ്യങ്ങളിൽ ഈ സിനിമയുടെ റിലീസ് ഉറപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ എല്ലാ രീതിയിലുമുള്ള സെയിലുകളും കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ടർബോ യൂറോപ്പിൽ ഫിലിംസ് ലോക്ക് എന്ന് പറഞ്ഞ ടീമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ വേൾഡിൽ പ്രമുഖരായിട്ടുള്ള എല്ലാ ഈ പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. GCC രാജ്യങ്ങളിൽ 10 ദിവസത്തോളം ഉള്ള അവധിയാണ് ഈ സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ്. അത് ശരിക്കും ജൂൺ 13 സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ അടുപ്പിച്ചുള്ള 10 ദിവസം ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയായിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം 20 ദിവസങ്ങൾക്ക് മുകളിലുള്ള ടാർഗറ്റിംഗ് ആണ് ഈ സിനിമ ചെയ്യുന്നത്. അതായത് ഇത് വേറെ തലത്തിൽ അവരിറക്കുന്ന സിനിമ തന്നെയാണ്. പ്രത്യേകിച്ച് വൈശാഖിൻ്റെ കയ്യിലേക്ക് ഒരു സിനിമ കിട്ടുമ്പോൾ അത് എങ്ങനെ മാസ് എലിമെൻ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. മികച്ച ഒരു തിരക്കഥയുണ്ടെങ്കിൽ അത് ഗംഭീരമാക്കാനും അദ്ദേഹത്തിന് കഴിയും. ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് വിശ്വസിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ അദ്ദേഹത്തിൻ്റെ, അതായത് വൈശാഖിൻ്റെ സിനിമകൾ കാണാറുണ്ട്. ആ വൈശാഖിൻ്റെ സിനിമകളിൽ ഏറ്റവും മികച്ചിരിക്കുന്ന പുലിമുരുകൻ. നമുക്കറിയാം ഏത് രീതിയിലാണ് ഒരു മാസ് എലിമെൻറ്റിനെ അദ്ദേഹം കൊണ്ടുപോയത്. ഇന്ന് കാണുമ്പോൾ നമുക്കത് ചിലപ്പോൾ ഒന്നും ആയിരിക്കില്ല, പക്ഷേ ഇറങ്ങുന്ന കാലത്ത് അതിഗംഭീരമായിരിക്കുമെന്നുള്ളതാണ്. എല്ലാ ടർബോ പോലെയുള്ള സിനിമകളുടെയൊക്കെ രീതികൾ അങ്ങനെ തന്നെയാണ്. കാരണം എന്നും മനുഷ്യൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകൾ മാസ് എലിമെൻ്റ് ഉള്ള സിനിമകളായിരിക്കില്ല, ക്ലാസിക് സിനിമകൾ തന്നെയായിരിക്കും. പക്ഷേ ഇറങ്ങുമ്പോൾ ഈ ക്ലാസിക് സിനിമകളെയൊക്കെ വെല്ലുവിളിക്കുന്നതെന്നും മാസ് സിനിമകൾ, അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ടർബോ എത്തുമ്പോഴും ഉള്ള പ്രതീക്ഷ അത് തന്നെയാണ്. വമ്പൻ രീതിയിൽ ജനങ്ങളെ, ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറ്റുന്ന സിനിമയാകുമെന്നുള്ളതാണ്. എല്ലാം ഒത്തുപിരിക്കുകയാണെങ്കിൽ ഇതൊരു മറ്റൊരു ഗംഭീര സിനിമയാകും. തീർച്ചയായും ഓരോ സിനിമയ്ക്കും അതിൻ്റേതായ വിധിയുണ്ട്, അതിൻ്റെ രീതികളുണ്ട്. എല്ലാ സിനിമകളും എല്ലാവരും ചെയ്യുന്നത് മികച്ചതാവാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ടർബോ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഗ്യാരണ്ടീഡാണ്, മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഇതുവരെ ചെയ്ത വർക്കുകളെല്ലാം തന്നെ ക്വാളിറ്റി വൈസ് ആ സിനിമ ഒന്നാന്തരമായിരുന്നു, അല്ലെങ്കിൽ ആ കമ്പനിയുടെ സിനിമകൾ ഒന്നാന്തരമായിരുന്നു എന്നുള്ളതാണ്. ഒരെണ്ണം പോലും, അതായത് ഏത് ജോണറിൽ വന്നാലും അത് ക്വാളിറ്റി വൈസ് തന്നെ അവർ തന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് ഉറപ്പിക്കാം ഇത് നല്ല ഒരു സിനിമയായിരിക്കും. ഒറ്റ പേര്, മമ്മൂട്ടി ആൻഡ് മമ്മൂട്ടി കമ്പനി. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തണം. അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന അപ്ഡേറ്റ് എന്തായിരിക്കുമെന്നാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അത് നിങ്ങൾക്ക് കമൻസിലൂടെ വരാം. വൈകുന്നേരം 7 മണിക്കായിരിക്കും അപ്ഡേറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഒരു പക്ഷേ മാറാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് അതും കൂടെ പറയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തണം. ഗ്രേറ്റ് മീഡിയാസ്.